ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. നമ്മളുടെ ഈ കുത്തരിക്കഞ്ഞിയുടെ കൂടെ, രാവിലെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും വെള്ളച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഫോണിൻ്റെ പ്രശ്നം കാരണം ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഗൈസ്, ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു മൂടി തേങ്ങ. അതിപ്പോൾ ഒരു 4-5 പേരുള്ള വീടൊക്കെ ആണെങ്കിൽ ഒരു മൂടി എടുക്കാം. എനിക്കിപ്പോൾ 2-3 പേരേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ വറ്റൽമുളക്, കപ്പൽമുളക് എങ്ങനെ വേണമെങ്കിൽ പറയാം. അതൊരു 4-5 എണ്ണം എരിവിനനുസരിച്ച്. പിന്നെ പുളി, നമ്മുടെ വാളംപുളിയാണ് കേട്ടോ. പിന്നെ കല്ലുപ്പ് തന്നെ വേണം. കല്ലുപ്പാണ് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ ആവശ്യത്തിന് ഒരു നാരങ്ങയുടെ ഇല അല്ലെങ്കിൽ കറിവേപ്പില ഇല്ലാത്തവർ കറിവേപ്പില വേണമെങ്കിലും ഇടാം. പക്ഷേ നാരങ്ങ ഇട്ടാൽ ഒരു ടേസ്റ്റും മണവും എല്ലാം വേറെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങനെ ഒന്ന് ചുട്ടെടുക്കണം. അടുപ്പിൽ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഗ്യാസിൽ ചുട്ടെടുക്കാം. അടുപ്പില്ലാത്തവർ ഗ്യാസിൽ ചുട്ടെടുക്കാം. അടുപ്പിൽ ഒന്ന് ചുട്ടെടുക്കാം. കപ്പൽമുളകും ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ചുട്ടെടുക്കാം കേട്ടോ. കപ്പലക്കല്ലിൽ കുത്തിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് തേങ്ങ ചുട്ടെടുക്കാം കേട്ടോ. അതിനായിട്ട് അടുപ്പിൽ വിളിക്കിടാം. ഒരുവിധം തെരഞ്ഞിപ്പോൾ നമുക്ക് കാണുന്നില്ല കേട്ടോ. രാവിലെ കാരണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞ ശേഷം എടുത്ത് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കാം. അമ്മിക്കല്ലിലാണ് ശരിക്കും അരയ്ക്കേണ്ടത്. നമ്മുടെ അമ്മിക്കല്ലിൻ്റെ അവസ്ഥ ഇതാണ്. മഴയൊക്കെ പെയ്തപ്പോൾ അമ്മിക്കല്ലിൻ്റെ മുകളിലാണ് എല്ലാ ഭാഗം കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. തേങ്ങ കൂളാക്കിയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വൃത്തിയിൽ കഴുകണം കേട്ടോ. ചട്ടയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് കഴുകിയെടുക്കാം. മുറിൻ്റെ ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ വേഗം ചതച്ചെടുക്കാൻ പറ്റും കേട്ടോ. മിക്സിയിലായത് കാരണമാണ്. അല്ലെങ്കിൽ എഴുതാമെന്നുണ്ടെങ്കിൽ അമ്മിയിൽ അരയ്ക്കാമായിരുന്നു. കഴുകണം കേട്ടോ. നമ്മൾ അടുത്ത ചേർക്കാൻ കിട്ടുമല്ലോ. എന്നിട്ട് ഈ കപ്പൽമുളകും പുളിയും ഉപ്പും നാരങ്ങയും മുളക് കൂടിയിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാൻ കേട്ടോ. നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ചുട്ട് തേങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 നാരങ്ങയുടെ ഇല ഇടാം കേട്ടോ. കറിവേപ്പില വേണമെങ്കിലും ഇടാം. എന്നാലും നാരങ്ങയുടെ ഇലയ്ക്ക് ടേസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വറ്റൽമുളക്, കപ്പൽമുളക്, നമുക്ക് ഉണക്കമുളക് എന്നൊക്കെ പറയുന്നത് ആവശ്യത്തിന് എരിവിനനുസരിച്ച്. എനിക്ക് കുറച്ച് എരിവ് വേണ്ടത് ഞാൻ 4-5 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പുളി, ഇങ്ങനെ ഒരു അരമുറി തേങ്ങയുടെ കുറച്ച് വില എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായ പുളി, പിന്നെ ടേസ്റ്റ് കൂടെ കഴിക്കും. എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചമ്മന്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മിക്സിയിൽ ചതച്ചെടുത്ത് നോക്കാം കേട്ടോ. സൗണ്ട് കേട്ട് നോക്കണേ. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കാരണം നന്നായിട്ട് ചതഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരുപാട് പേസ്റ്റ് പോലെ ആക്കാണ്ട് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച അല്ലെങ്കിൽ കുത്തരിക്കഞ്ഞ കൂടി കഴിക്കണമെന്നുണ്ടോ കേട്ടോ. ചന്ദ്രൻ ഒന്ന് കഴിച്ചു നോക്കൂ. കുഴച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബൈ ബൈ.